من يهد الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الإخوان والأخوات أوصيكم وإياي بتقوى الله. قال الله تعالى في قرآنه الكريم: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അങ്ങേയറ്റം തഖ്വയോടെ ജീവിക്കുവാൻ ആദ്യമായി എന്നോടെന്നപോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. നമ്മുടെ കുട്ടികളുടെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ഖുതുബയിലൂടെ നാം മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും പരിശുദ്ധ ഹജ്ജ് കർമ്മം ഉദ്ദേശിച്ചുകൊണ്ട് ഹാജിമാർ യാത്ര പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ വിമാനങ്ങൾ അടുത്ത ആഴ്ച പുറപ്പെടുകയാണ്. നമ്മുടെ നാട്ടിലെ നമ്മുടെ കുടുംബക്കാരും സ്വന്തക്കാരും ബന്ധുക്കളും മറ്റ് സഹോദരങ്ങളുമൊക്കെ പലരും ഹജ്ജിന് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അവർക്ക് യാത്രയായിട്ട് സംഘടിപ്പിക്കുന്ന, അതുമായി ബന്ധപ്പെട്ട ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന സാഹചര്യമാണ്. ഈ സന്ദർഭത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഹജ്ജ് നമ്മൾ ഓർമ്മിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട, അല്ലെങ്കിൽ നമുക്ക് അതിന് ഉൾക്കൊള്ളാൻ കഴിയേണ്ട ചില സന്ദേശങ്ങളെക്കുറിച്ച് മാത്രം ഉണർത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഹജിമാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വളരെ വർഷങ്ങളായി അവരുടെ മനസ്സിലെ ആഗ്രഹത്തിൻ്റെ സബലീകരണമാണ്. അത് സാക്ഷാത്കരിക്കുമെന്ന നിർവൃതിയിലാണ് അവരുള്ളത്. നമ്മിൽ പലരും ഹജ്ജ് ചെയ്തവരുണ്ട്, ഉംറ നിർവഹിച്ചവരുണ്ട്, ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, അതിനനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ടില്ലാത്തവരും കാത്തിരിക്കുന്നവരുമുണ്ട്. അത്തരം ആളുകൾക്ക് അതിനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഈ മതപരമായ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായി നമ്മൾ വളരെ ചെറുപ്പത്തിലെ മദ്രസയിൽ നിന്ന് ചൊല്ലി പഠിച്ചിരിക്കുന്ന കാര്യമാണ് ഇസ്ലാം കാര്യങ്ങൾ എന്നുള്ളത്. ഇസ്ലാം കാര്യങ്ങളിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ അനുഷ്ഠാന കർമ്മങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കാറുള്ളത്. ആ ചൊല്ലിപ്പഠിച്ചിരിക്കുന്ന 5 ഇസ്ലാം കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട, പ്രവാചകൻ പറഞ്ഞതായി ഉദ്ധരിക്കപ്പെട്ട, ബുഖാരിയും മറ്റും രേഖപ്പെടുത്തിയിരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും: ബുനിയൽ ഇസ്ലാമു അലാ ഹംസ്, 5 കാര്യങ്ങളിലാണ് ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ്. എന്നിട്ട് പറഞ്ഞു: ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അതിലൊന്നാമത്തത് അല്ലാഹു അല്ലാതെ മറ്റൊരാരാധ്യനില്ല എന്നുള്ളതും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അള്ളാഹുവിൻ്റെ റസൂലാകുന്നു എന്നതിനും സാക്ഷ്യം വഹിക്കലാകും. അപ്പോൾ ഇസ്ലാം കാര്യങ്ങളിൽ അനുഷ്ഠാനപരമായ കാര്യങ്ങൾ, അതിനെ തുടർന്നുകൊണ്ട് പറയുന്നത് ഇഖാമത്ത് സ്വലാത്ത് വഇതാഇ സകാത്ത് വൽ ഹജ്ജ് വസൗമ റമളാൻ, നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജുമാണ്. ഈ 4 കാര്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ച് നോക്കുക. നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇതൊക്കെ നമ്മൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. പക്ഷേ ആ അനുഷ്ഠാന കർമ്മങ്ങളുടെ കൂടെ ഒന്നാമതായി എണ്ണി പറഞ്ഞിരിക്കുന്നത് ഷഹാദത്താണ്. 2 സത്യസാക്ഷ്യങ്ങളാണ്.
എന്താണ് അത് തമ്മിലുള്ള ബന്ധം എന്നാണ് നമുക്ക് പരിശോധിക്കുവാനുള്ളത്. ഹജ്ജിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴും നമുക്ക് പ്രസക്തമായി തോന്നുന്ന ഒരാശയം അതാണ്. ഹജ്ജ് നമുക്ക് നൽകുന്ന മെസ്സേജിനെ കുറിച്ച് അല്ലെങ്കിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഏറ്റവും ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് ഈ ഷഹാദത്ത് ഉറപ്പിക്കുക എന്നുള്ളതാണ്. ഏത് ആരാധനാ കർമ്മങ്ങളുടെയും, നമസ്കാരമായിരുന്നാലും നോമ്പായിരുന്നാലും മറ്റു കാര്യങ്ങളായിരുന്നാലും ഒക്കെ അതിൻ്റെ അടിസ്ഥാന ഘടകം, അതിൻ്റെ അടിത്തറ കെട്ടിപ്പടുക്കപ്പെടുന്നത് 2 ഷഹാദത്തുകളിലാണ് എന്ന ബോധ്യപ്പെടലാണ് നമുക്കുണ്ടാകേണ്ടത്. അത് കേവലം ഒരു പറച്ചിലല്ല, ഒരു ഏറ്റുചൊല്ലലല്ല, മറിച്ച് അത് യഥാർത്ഥത്തിൽ ഒരു സത്യസാക്ഷ്യമാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ യാഥാർത്ഥ്യമാക്കേണ്ട, നമ്മൾ പ്രയോഗവൽക്കരിക്കേണ്ട ഒരു ആശയമായതുകൊണ്ടാവാം അവിടെ അത് ഷഹാദത്ത് എന്നുള്ളത് നമസ്കാരത്തിൻ്റെയും നോമ്പിൻ്റെയും സക്കാത്തിൻ്റെയും ഹജ്ജിൻ്റെയും കൂടെ കർമാനുഷ്ഠാനങ്ങളിലാണ് എണ്ണപ്പെട്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ അത് മറ്റു കാര്യങ്ങൾ നിർവഹിക്കുന്നതിൻ്റെ അടിസ്ഥാന ഘടകമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഇതിൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് വിശദീകരിക്കാവുന്നതാണ് വിശദമായി. പക്ഷെ നമ്മൾ ആലോചിക്കുക, ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിക്കുമ്പോൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിത്തറ ശക്തമാക്കി എടുക്കുക എന്നുള്ളതാണ് ഹജ്ജിൻ്റെ ലക്ഷ്യം. ഇന്ന് നമ്മൾ പരിശോധിച്ച് നോക്കൂ, എല്ലാ മതങ്ങളിലും അടിസ്ഥാനപരമായി പരിശോധിച്ച് നോക്കിയാൽ ദൈവവിശ്വാസമുള്ളവരാണ്. യഥാർത്ഥത്തിൽ മതങ്ങളുടെ പൊതുവായിട്ടുള്ള യോജിക്കാവുന്ന ഒരു ആശയമാണ് ദൈവവിശ്വാസം എന്നുള്ളത്. പക്ഷേ എല്ലാ മതങ്ങളിലും സംഭവിച്ച അബദ്ധം എന്താകുന്നു എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ആ ദൈവവിശ്വാസത്തിൽ നിന്ന് മനുഷ്യൻ അകന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ മായം ചേർക്കപ്പെടുന്ന സാഹചര്യം, അല്ലാഹു അവൻ ഏകനാകുന്നു എന്ന തത്വത്തിൽ അത് വികലമാക്കപ്പെടുന്ന, അവിടെ അന്ധവിശ്വാസങ്ങൾ കടന്നു വരുന്ന, അവിടെ യഥാർത്ഥത്തിൽ ആദർശത്തിൽ വ്യതിയാനം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന, തൗഹീദിൽ നിന്ന് ജനങ്ങൾ മാറിപ്പോകുന്ന അവസ്ഥാവിശേഷമാണ് എല്ലാ മതവിശ്വാസികളിലും, എന്തിനേറെ മുസ്ലിംകളിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, അതിൻ്റെ അടിത്തറ കെട്ടിപ്പടുക്കപ്പെടുന്നിടത്ത് നമുക്ക് നഷ്ടം സംഭവിച്ചാൽ, അവിടെ വീഴ്ചകൾ സംഭവിച്ചാൽ, ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൻ്റെ പ്രഖ്യാപനം യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീക മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് എന്ന് പരിശുദ്ധ കഅബ മന്ദിരത്തിൻ്റെ പടവുകൾ പടുത്തുയർത്ത സന്ദർഭത്തെ സൂചിപ്പിച്ചുകൊണ്ട് വൈദ് ബവ്വൈനാ ലി ഇബ്രാഹിം മകാനൽ ബൈത്ത്, ആ പരിശുദ്ധമായ ഭവനത്തിൻ്റെ സ്ഥാനം ഇബ്രാഹിം അലൈഹിസ്സലാമിന് നാം സൗകര്യപ്പെടുത്തി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അള്ളാഹു പറയുന്നത് അല്ലാ തുശ്രിക് ബി ഷൈഅൻ എന്നാണ്. ഒന്നാമതായി അവിടെ പറഞ്ഞിരിക്കുന്ന ആശയം അള്ളാഹുവിൽ നിങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കാൻ വേണ്ടി എന്നാണ്. പരിശുദ്ധ കഅബ മന്ദിരം, അതിനു വേണ്ട സ്ഥലം സൗകര്യപ്പെടുത്തി കൊടുക്കുകയും അത് നിർമ്മിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നത് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക, അനുഗ്രഹീതമായ മക്കയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന മന്ദിരത്തെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിച്ചപ്പോൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാമത്തെ ഭവനം എന്ന സവിശേഷതയാണ് അതിന് നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പരിശോധിച്ച് നോക്കൂ, ഇവിടെ അള്ളാഹു പറഞ്ഞിരിക്കുന്ന അതാണ് അല്ലാ തുശ്രിക് ബി ഷൈഅൻ, നിങ്ങൾ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് പറഞ്ഞു വതഹ്ഹിർ ബൈതിയ ലിത്വാഇഫീന വൽ ഖായിമീന വറുക്കഇ സുജൂദ്, തവാഫ് നടത്തുന്നവരും നിൽക്കുന്നവരും റുക്കൂ ചെയ്യുന്നവരും സുജൂദ് ചെയ്യുന്നവരും, അങ്ങനെ ഖിയാമും റുക്കൂഉം സുജൂദുമായി നമസ്കാരം നിർവഹിക്കുന്ന ആളുകൾക്കെല്ലാം അവർക്ക് അവിടെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ സൗകര്യപ്പെടുമാർ അതിനെ ശുദ്ധീകരിച്ചു വെക്കണം എന്നാണ്. എന്തിൽ നിന്നാണ് ശുദ്ധീകരിക്കേണ്ടത് എന്നുള്ളതിന് മുഫസ്സിറുകൾ നൽകിയ പ്രധാനമായ വ്യാഖ്യാനം ഷിർക്കിൽ നിന്ന് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഷിർക്കിൽ നിന്ന് പൂർണ്ണമായും മുക്തമായിരിക്കുക, അതിലൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക, അല്ലാ തുശ്രിക് ബി ഷൈഅൻ, അതിലൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏകദൈവ വിശ്വാസമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹജ്ജ് നമുക്ക് നൽകുന്ന ഒന്നാമത്തെ മെസ്സേജ് എന്ന് നമുക്ക് അടിസ്ഥാനപരമായി മനസ്സിലാക്കാൻ സാധിക്കും. ഈ തുടർന്നുകൊണ്ട് വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് എന്ന് പറഞ്ഞുകൊണ്ട് ഹജ്ജിന് വിളംബരം ചെയ്യാൻ വേണ്ടി, അതിന് വിളിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ കാൽനട യാത്രക്കാരായും സകല മലമ്പാതകളിലൂടെയും വിദൂരമായ സ്ഥലങ്ങളിൽ നിന്നും പ്രയാസകരമായ വൈതരണികൾ കടന്നുകൊണ്ടും ആളുകൾ നിന്റെ വിളിക്ക് ഉത്തരം നൽകിയും അങ്ങോട്ട് കടന്നു വരും എന്ന് അള്ളാഹു തുടർന്നുകൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. മുഫസ്സിറുകൾ എഴുതി വെച്ചത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ഈ പ്രഖ്യാപനമുണ്ടായപ്പോൾ ഞാൻ വിളിച്ചാൽ ആര് കേൾക്കാനാണ്, എത്ര ആളുകൾ എനിക്ക് കേൾപ്പിക്കാൻ സാധിക്കും എന്ന് അദ്ദേഹം പ്രതികരിക്കുകയും അള്ളാഹു അതിന് മറുപടി പറഞ്ഞത് നീ വിളിച്ചുകൊള്ളുക, അത് കേൾപ്പിക്കേണ്ട ബാധ്യത എനിക്കാകുന്നു എന്നാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ ആഹ്വാനമനുസരിച്ചുകൊണ്ട് ആ ഹജ്ജിന് വേണ്ടിയുള്ള വിളംബരം മുഴക്കിയതിൻ്റെ, ആ വിളി നടത്തിയതിൻ്റെ അനന്തരം ഇന്നും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിൽ ഹാജിമാർ അങ്ങോട്ട് യാത്ര പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കും. സകല മാർഗങ്ങളിലൂടെയും കരമാർഗം പോകുന്ന ആളുകളുണ്ട്,
കടൽ മാർഗം പോകുന്ന ആളുകളുണ്ട്, വ്യോമാമാർഗം പോകുന്ന ആളുകളുണ്ട്. സകല മലമ്പാതകളിലൂടെയും വിഷമകരമായ വഴികളിലൂടെയും ഒക്കെ അവർ കടന്നു വരും എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് എത്ര യാഥാർത്ഥ്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഞാനത് വിശദീകരിക്കുകയല്ല. സഹോദരങ്ങൾ, നമ്മൾ ആലോചിക്കുക. അപ്പോൾ ആ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് കടന്നു പോകുന്ന ഹാജി, അവൻ മുഴക്കുന്ന തൽബിയത്ത് നമ്മൾ പരിശോധിച്ച് നോക്കൂ. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക്, നിന്റെ വിളിക്കിതാ നാം ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹാജിമാർ കടന്നു വരുമ്പോൾ അവിടെ പറയുന്ന ലാ ശരീക ലക്, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല എന്നുള്ള പ്രഖ്യാപനമാണ്. അവിടെയും തൗഹീദാണ് ഊന്നി പറയുന്നത് എന്നർത്ഥം. അവിടെ യാതൊരു നിലക്കുള്ള പങ്കുകാരം നിനക്കില്ല എന്നാണ് ആവർത്തിച്ച് പറയുന്നത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക്, വീണ്ടും പറയുന്നു ലാ ശരീക ലക്, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. അപ്പോൾ ആ തൽബിയത്തിൻ്റെ വചനങ്ങളിൽ ആവർത്തിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന് യാതൊരു പങ്കുകാരുമില്ല എന്നാണ്. പക്ഷേ ദുഃഖകരമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ. ഈ തൗഹീദിൻ്റെ അടിത്തറയിൽ കെട്ടിപ്പടുക്കപ്പെടേണ്ട മഹത്തായ ഒരു ആരാധനാകർമ്മത്തിനു വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടു പോകുന്ന നമ്മുടെ പല സഹോദരങ്ങളും മരിച്ചു മൺമറഞ്ഞു പോയ മഹാത്മാക്കളുടെ ജാറങ്ങളിൽ ചെന്നുകൊണ്ട് യാതൊരു പ്രയാസവുമില്ലാതെ അവിടെ എത്തിപ്പെടാനും ഹജ്ജ് നിർവഹിക്കാനും സാധിക്കണമേ എന്ന് മരിച്ചു കിടക്കുന്ന മഹാത്മാക്കൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നിടത്തോളം നമ്മുടെ വിശ്വാസ രംഗത്ത് അധപ്പതനം സംഭവിച്ചിരിക്കുന്ന, വൈകല്യം സംഭവിച്ചിരിക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വേണമെങ്കിൽ മറ്റൊരു മക്കാമിലൂടെ കടന്നു വന്നുകൊണ്ട് യാതൊരു പ്രയാസവും അതൊക്കെ നിർവഹിച്ച് തിരിച്ചു വന്നതിന് ആ സ്തുതി കീർത്തനങ്ങൾ പോലും ആ മരിച്ചു കിടക്കുന്ന മഹാത്മാവിന് സമർപ്പിക്കുന്നിടത്തേക്ക് നമ്മുടെ സമൂഹം പോലും വഴുതിപ്പോകുന്നു എങ്കിൽ ഹജ്ജ് നൽകുന്ന മെസ്സേജ് എവിടെ, ഹാജിമാരെവിടെ എന്ന് നമ്മൾ പരിശോധിക്കുക. അപ്പോൾ വളരെ വ്യക്തമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അടിത്തറ തന്നെ തകർക്കപ്പെടുകയാണ്. തൗഹീദിൻ്റെ അടിസ്ഥാനപരമായ ആശയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് എന്തൊരു ഹജ്ജാണ് നമുക്ക് നിർവഹിക്കാൻ സാധിക്കുക എന്ന് വളരെ കൃത്യമായി ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വവും ബാധ്യതയുമുള്ളവരാണ് മുവഹിദുകളായ നമ്മൾ എന്ന് മാത്രം സാന്ദർഭികമായി ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന വഅന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഷഹാദത്താണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അള്ളാഹുവിൻ്റെ ദൂതനാകുന്നു എന്നതിന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നതാണ്. അപ്പോൾ അവിടെ മുഹമ്മദ് നബി എന്ന് ഉണ്ട് എന്നുള്ളൊരു പ്രഖ്യാപനമല്ല, മുഹമ്മദ് നബി പ്രവാചകനാകുന്നു എന്ന് അംഗീകരിക്കലല്ല, മറിച്ച് അത് അംഗീകരിക്കുമ്പോൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ചര്യ അനുസരിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുക എന്ന പ്രതിജ്ഞയും പ്രഖ്യാപനവുമാണ് ഉണ്ടാവേണ്ടത്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ കാണിച്ചു വന്നുവോ അതുപോലെ ആയിരിക്കണം നമ്മുടെ ഇബാദത്തുകൾ. നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിച്ചു കാണിച്ചു വന്ന മാതിരി നമസ്കരിക്കുക. അപ്പോൾ പ്രവാചകൻ്റെ ചര്യ എന്താണ് നമസ്കാരത്തിൽ? തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വീട്ടുന്നത് വരെ എങ്ങനെയായിരിക്കണം, എന്തെല്ലാം ചെല്ലണമെന്ന് കൃത്യമായി പ്രവാചകൻ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ രൂപത്തിലായിരിക്കണം നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ സക്കാത്ത്, നമ്മുടെ ഹജ്ജ് എല്ലാം. ഹുദൂ അന്നീ മനാസികക്കും, ഈ ഹജ്ജിൻ്റെ രൂപങ്ങളും അതിൻ്റെ രീതിയും അതിൻ്റെ കർമ്മങ്ങളും അതിൻ്റെ ആചാരങ്ങളുമെല്ലാം നാം നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്ന രൂപത്തിലായിരിക്കണം നിർവഹിക്കേണ്ടത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഓർമ്മപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന രണ്ടാമത്തെ ഷഹാദത്തും ഇബാദത്തുമായി ശക്തമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ട് പ്രവാചക ചര്യ അനുസരിച്ചുകൊണ്ട് ഇബാദത്തുകൾ നിർവഹിക്കുക എന്നുള്ളത്. ഇനി നമ്മൾ പരിശോധിച്ച് നോക്കൂ. ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ, ആരാധനാ കർമ്മങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞെടുത്ത് നമുക്ക് കാണാൻ സാധിക്കും അഖിമിസ് സ്വലാത്തി ലിദിക്രി, അള്ളാഹുവിനെ ഓർമ്മിക്കുന്നതിന് വേണ്ടിയാണ്, അവനെ സ്മരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ നമസ്കാരം നിലനിർത്തുക എന്നതാണ്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായും നമസ്കാരം നീചവും നികൃഷ്ടവുമായ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും മനുഷ്യനെ തടുക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പരലോകത്ത് ഒന്നാമതായി ചോദ്യം ചെയ്യപ്പെടുന്ന കർമ്മമായിരിക്കുന്ന നമസ്കാരം. ആ നമസ്കാരം അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മ, അവനെക്കുറിച്ചുള്ള സ്മരണ നമ്മുടെ ജീവിതത്തിലുടനീളം നിലനിർത്തുവാൻ രാവിലെ എഴുന്നേറ്റുകൊണ്ട് പ്രഭാത നമസ്കാരം നിർവഹിക്കുന്നത് മുതൽ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഇശാ നമസ്കാരം നിർവഹിക്കുന്നത് വരെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയും സ്മരണയും കാത്തുസൂക്ഷിക്കുവാൻ നമ്മുടെ നമസ്കാരം കൊണ്ട് സാധിക്കണം. മാത്രമല്ല ഇന്ന സ്വലാത്ത് തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തീർച്ചയായും നമസ്കാരം നീചവും നികൃഷ്ടവുമായ മുഴുവൻ കാര്യങ്ങളെയും തടുക്കുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് ബോധ്യപ്പെടുത്തിയത്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമസ്കാരം എല്ലാ ചീത്ത കാര്യങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാൻ, എല്ലാ പാപങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ, എല്ലാ തിന്മകളിൽ നിന്നും മാറി നിൽക്കുവാൻ നമുക്ക് പ്രചോദനവും പ്രേരണയും നൽകേണ്ടതാകുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. സക്കാത്തിനെ കുറിച്ച് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? അവിടെ വിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും
സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം വിശദീകരിച്ചപ്പോൾ ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കിഹിം ബിഹാ, നിങ്ങൾ അവരുടെ സമ്പത്തിൽ നിന്നും ദാനധർമ്മം സ്വീകരിക്കുക, അതിലൂടെ നിങ്ങൾ സംസ്കരിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുക എന്നാണ്. സക്കാത്ത് കൊടുക്കുന്നതിലൂടെ നമ്മുടെ സമ്പത്തും നമ്മുടെ മനസ്സും ശുദ്ധീകരിക്കപ്പെടുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ബോധ്യപ്പെടുന്നത്. നോമ്പിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞപ്പോൾ നമുക്ക് സുപരിതമാണ് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തെക്കവയുള്ളവരായി മാറാൻ വേണ്ടി എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിച്ചു നോക്കും. ആരാധനാ കർമ്മങ്ങളിൽ ഹജ്ജിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, അടിസ്ഥാനപരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു, വഅത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്, നിങ്ങൾ ഹജ്ജും ഉംറയും പൂർത്തിയാക്കേണ്ടത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം എന്നാണ്. അപ്പോൾ ഹജ്ജിൻ്റെയും ഉംറയുടെയും അടിസ്ഥാന ഘടകം ലില്ലാഹ്, അത് അള്ളാഹുവിന് വേണ്ടിയാണ്, അവൻ്റെ കൽപ്പന അനുസരിച്ചു കൊണ്ടാണ്. നോമ്പിനെ കുറിച്ച് നമ്മൾ കേട്ടുവല്ലോ, അവർ എനിക്ക് വേണ്ടിയാണ് നോമ്പെടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഹജ്ജിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു പറയുന്നു, അവർ എനിക്ക് വേണ്ടി, അള്ളാഹുവിന് വേണ്ടിയാണ് ഹജ്ജും ഉംറയും പൂർത്തിയാക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ എന്താണോ, അള്ളാഹുവിൻ്റെ ആജ്ഞ എന്താണോ, അത് തൻ്റെ ജീവിതത്തിൽ ഉടനീളം പാലിക്കാൻ ഞാൻ തയ്യാറാകുന്നു എന്ന് അക്ഷരാർത്ഥത്തിൽ പ്രകടമായി പ്രാവർത്തികമായി തെളിയിക്കുകയാണ് ഹജ്ജിലെ ഓരോ കർമ്മങ്ങളും എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഹജ്ജിലെ കർമ്മങ്ങൾ വിശദീകരിക്കുകയല്ല, മറിച്ച് നമ്മൾ ആലോചിക്കുക, അത് നമുക്ക് നൽകുന്ന മെസ്സേജ് എന്താകുന്നു എന്ന് മാത്രം പരിശോധിക്കുകയാണ്. ഇപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? അള്ളാഹു എന്താണോ പറഞ്ഞിരിക്കുന്നത്, പ്രവാചകൻ എന്താണോ കാണിച്ചു തന്നിരിക്കുന്നത്, അവിടേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ അവിടെ ഓരോ നിർദ്ദേശങ്ങളും, അവിടെ വസ്ത്രം മാറ്റാൻ വേണ്ടി പറയുമ്പോൾ വസ്ത്രം മാറ്റുന്നു, മുടി മുറിക്കരുത് എന്ന് പറഞ്ഞാൽ മുടി മുറിക്കുന്നില്ല, നഖം മുറിക്കരുത് എന്ന് പറഞ്ഞാൽ നഖം മുറിക്കുന്നില്ല. എന്നാൽ വീണ്ടും മുടി മുറിക്കണമെന്ന് പറയുമ്പോൾ പൂർണ്ണമായും തല മുണ്ഡനം ചെയ്യുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, തൊട്ട് മുമ്പ് ഒരു മുടി പോലും മുറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അത് പൂർണ്ണമായി അംഗീകരിച്ചു. തൊട്ടടുത്ത നിമിഷം തലയുടെ മുടി മുഴുവനും മുണ്ഡനം ചെയ്യുകയാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠകരമായത് എന്ന് പറഞ്ഞപ്പോൾ തല മുണ്ഡനം ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന ശിരസാ വഹിക്കുകയാണ്. ഇതാണ് ഹജ്ജ്. ഇതാണ് ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനുണ്ടാവേണ്ടത്. അള്ളാഹ് എന്തു പറഞ്ഞു, ഒരു പക്ഷേ നമ്മുടെ ബുദ്ധി അവിടെ മാറി നിൽക്കേണ്ടി വരും. നമുക്ക് തോന്നാം, മുടി മുറിക്കുന്നിടത്ത് എന്ത് ബുദ്ധിയാവുള്ളത്, മുടി മുറിക്കാതിരിക്കുന്നിടത്ത് എന്ത് ബുദ്ധിയാവുള്ളത്. നമ്മുടെ ബുദ്ധി കേവലം ബുദ്ധിയെ മാത്രം അടിസ്ഥാനമാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് പകരം അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണോ, അവൻ്റെ നിർദ്ദേശം എന്താണോ, പ്രവാചകന്റെ ചര്യ എന്താണോ, അതാ ഞാൻ പറഞ്ഞത്. ഇസ്ലാം കാര്യങ്ങൾ തുടങ്ങുന്നത് ഷഹാദത്തിലൂടെയാണ്. ആ രണ്ട് സത്യസാക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കുന്നതായിരിക്കണം നമ്മുടെ ഇബാദത്തുകൾ. അതുകൊണ്ട് അവിടെ പൂർണ്ണമായും ആ കൽപ്പനകൾ നമ്മൾ പാലിക്കുകയാണ്. നടക്കാൻ വേണ്ടി പറയുമ്പോൾ നടക്കുന്നു, ചുറ്റും നടക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ചുറ്റും നടക്കുന്നു, ഓടാൻ വേണ്ടി പറയുമ്പോൾ ഓടുന്നു. അതാണ് ഹജ്ജ്. കിടക്കാൻ വേണ്ടി പറയുമ്പോൾ കിടന്നുറങ്ങുന്നു, രാപ്പാർക്കണമെന്ന് പറഞ്ഞാൽ രാപ്പാർക്കുന്നു, ജമ്മാക്കാൻ വേണ്ടി പറഞ്ഞാൽ ജമ്മാക്കുന്നു, കസറാക്കാൻ വേണ്ടി പറഞ്ഞാൽ കസറാക്കുന്നു. എല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പന എന്തോ, പ്രവാചകന്റെ ചര്യ എന്തോ, അത് പൂർണ്ണമായും നടപ്പാക്കുവാൻ ഞാൻ തികച്ചും അംഗീകരിച്ചിരിക്കുന്നു. അവനെ നിരുപാധികമായി അനുസരിക്കുവാൻ ഞാൻ സന്നദ്ധനാകുന്നു എന്ന് തെളിയിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ചുംബിക്കാൻ വേണ്ടി പറഞ്ഞാൽ ചുംബിക്കും, തൊടാൻ വേണ്ടി പറഞ്ഞാൽ തൊടും, അവിടെ തൊട്ടുമുത്താൻ വേണ്ടി പറഞ്ഞാൽ തൊട്ടുമുത്തും, ആംഗ്യം കാണിക്കാൻ വേണ്ടി പറഞ്ഞാൽ ആംഗ്യം കാണിക്കും. നോക്കൂ, നമ്മൾ ഹജറുൽ അസ്വദിൻ്റെ സമീപത്തേക്ക് ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വരും. ഉമർ റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വാക്കുണ്ട്. എന്താണ് പറഞ്ഞത്? ഇന്നി അഅലമു അന്നക ഹജറുൻ ലാ തുദുറു വലാ തൻഫഅ, നിനക്ക് ഉപകാരം ചെയ്യുവാനോ ഉപദ്രവം ചെയ്യാനോ സാധ്യമല്ല എന്ന് എനിക്കറിയാം. യാതൊരു ഉപകാരമോ അദൃശ്യമായ നിലയ്ക്ക് എന്തെങ്കിലും ഗുണം ചെയ്യാനോ ദോഷം ചെയ്യുവാനോ അല്ലെങ്കിൽ ദോഷം തടുക്കുവാനോ ഹജറുൽ അസ്വദിന് സാധ്യമല്ല. പിന്നെ അവിടെ എന്താണ്? വലൗ ലാ അന്നി റഅയ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക മാ ഖബ്ബൽത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നിന്നെ ചുംബിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ ചുംബിക്കുമായിരുന്നില്ല. ആലോചിച്ച് നോക്കൂ നമ്മൾ, ഇതാണ് ഹജ്ജ്. പ്രവാചകൻ ഹജറുൽ അസ്വദ് ചുംബിച്ചു എങ്കിൽ അത് ചുംബിക്കൽ പുണ്യമാണ്. പ്രവാചകൻ നിന്നെ ചുംബിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല. നിനക്ക് ഉപകാരം ചെയ്യാൻ സാധ്യമല്ല, ഉപദ്രവം തടുക്കാൻ സാധ്യമല്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി എന്തെങ്കിലും ചെയ്യുവാൻ കഅബക്ക് സാധ്യമല്ല, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഹജറുൽ അസ്വദിനും സാധ്യമല്ല. അപ്പോൾ അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം, പ്രവാചകന്റെ ചര്യ എങ്ങനെയോ അത് പ്രാവർത്തികമാക്കുക. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം വേണ്ടത്. ഇത് ഹാജിമാർക്ക് മാത്രമുള്ളതല്ല, എനിക്കും നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ എല്ലാ ഇബാദത്തുകൾക്കുമുള്ള കാര്യമാണ്.
ഈ സന്ദർഭത്തിൽ ഹജ്ജുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് വ്യക്തമാക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിക്കുക, ആ ഒരു കാര്യം വളരെ വ്യക്തമായിട്ടാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, പരിശുദ്ധ കഅബ, നമ്മൾ തിരിഞ്ഞു നിൽക്കുന്ന കഅബ, അത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റം അത് അനുഭവിച്ചവരൊക്കെ അറിയും. പക്ഷെ ഒരു കാര്യം, ആ കഅബയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ കഴിയുമോ? എന്തെങ്കിലും ഉപദ്രവം ചെയ്യാൻ കഴിയുമോ? കഅബയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ പുറത്താണ്, ഒരു സംശയവുമില്ല. കഅബയെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന് പുറത്താണ്, യാതൊരു സംശയവുമില്ല. അത് തൗഹീദിന് വിരുദ്ധമാണ്, പച്ചയായ ശിർക്കാണ്. എന്താ പറഞ്ഞത്? ഫൽയഅബ്ദു റബ്ബ ഹാദൽ ബൈത്ത്, ഈ ഭവനത്തിൻ്റെ നാഥനായ പടച്ചതമ്പുരാനെ ആരാധിക്കുക എന്നല്ലാതെ അതിൽ മായം ചേർക്കുന്ന യാതൊരു അവസ്ഥയുമില്ല. അതുകൊണ്ട് ആ ഭവനം, അതിനെ തവാഫ് ചെയ്യാൻ വേണ്ടി തവാഫ് ചെയ്യുക, ചുംബിക്കാൻ വേണ്ടി പറഞ്ഞെടുത്ത് ചുംബിക്കുക, തവാഫ് ആരംഭിക്കാൻ പറഞ്ഞെടുത്ത് ആരംഭിക്കുക, അത് അതേപടി നിർവഹിക്കുക എന്നതല്ലാതെ അതിന് ഏതെങ്കിലും നിലക്കുള്ള ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് ആരാധനാഭാവം സമർപ്പിക്കുകയാണെങ്കിൽ അത് മതത്തിന് പുറത്തായിരിക്കും എന്നുകൂടി തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഓരോ കർമ്മങ്ങളും അതിൻ്റേതായ രൂപത്തിൽ നിർവഹിക്കുക എന്നുള്ളതാണ് ആ നമുക്ക് വളരെ വ്യക്തമായിട്ട് നൽകുന്ന പാഠം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കും, ഹജ്ജിൻ്റെ മറ്റൊരു ലക്ഷ്യം ഈ കാര്യം നമ്മൾ പൂർണ്ണമായും അള്ളാഹുവിന് കീഴ്പ്പെടാൻ നമ്മൾ ബാധ്യസ്ഥരാക്കുന്നു എന്നുള്ളത്. മറ്റൊന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്, മനസ്സിൻ്റെ നേരത്തെ നമ്മളൊക്കെ പറഞ്ഞ നമസ്കാരത്തിൻ്റെയും സക്കാത്തിൻ്റെയും അതുപോലെ തന്നെ നോമ്പിൻ്റെയും ഒക്കെ ഘടകമായിരുന്ന സംസ്കരണം. ആ സംസ്കരണമാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് കൊണ്ട് നമുക്കുണ്ടായിത്തീരുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ തസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ, ആ നോമ്പിനെ ഹജ്ജിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞുകൊണ്ട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ അതിനു വേണ്ടിയുള്ള യാത്രാ വിഭവം ഒരുക്കുക. എത്ര കുത്തരി കൊണ്ടുപോകണമെന്നല്ല, എത്ര മല്ലിപ്പൊടിയും മുളക് പൊടിയും കൊണ്ടുപോകണമെന്നല്ല, എത്ര കൂവപ്പൊടി പാക്കറ്റിലാക്കണമെന്നല്ല, മറിച്ച് അവിടെ പഠിപ്പിച്ചത് ഫഇന്ന ഖൈറസ്സാദി തഖ്വ, നിനക്കവിടെ ഒരുക്കാനുള്ള യാത്രാ വിഭവം തഖ്വയാകുന്നു എന്നാണ്. ഭയഭക്തിയാണ്, സൂക്ഷ്മതയാണ്, ജീവിതത്തിൻ്റെ ശ്രദ്ധയാണ്, ജാഗ്രതയാണ്. എല്ലാ അർത്ഥത്തിലും നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും സംസ്കരിക്കുവാനുള്ള സന്നദ്ധതയുമായി നീ ഹജ്ജിന് പുറപ്പെടുക. അവിടെയാണ് പിണങ്ങി നടക്കുന്ന കുടുംബമായി സലാം പറയാതെ വീണ്ടും ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് ഹജ്ജിന് പോകുന്നു എങ്കിൽ എന്തിനാണ് ആ ഹജ്ജിന് പോകുന്നത് എന്ന് ആലോചിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരോട് നാം ചെയ്തിരിക്കുന്ന തെറ്റുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് മാപ്പാക്കാതെയാണ് ഹജ്ജിന് പോകുന്നത് എങ്കിൽ ആ ഹജ്ജ് കൊണ്ട് എന്ത് നേട്ടമാണ് നമുക്കുണ്ടാവുക എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് തസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വ, എല്ലാ അർത്ഥത്തിലുമുള്ള പൂർണ്ണമായ തഖ്വയാണ്. അതാണ് യാത്രാ വിഭവമായി ഒരുക്കേണ്ടത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു, അള്ളാഹു പഠിപ്പിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഒന്നുകൂടി നമുക്ക് വ്യക്തമാക്കി തന്നു. മഖ്ബൂലും മബ്റൂറുമായ നിലയ്ക്ക് സ്വീകാര്യയോഗ്യമായ പുണ്യകരമായ ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ തിരിച്ചു വരുമ്പോൾ ഇന്ന് പിറന്നു വീണ കുഞ്ഞിനെ പോലെ ശുദ്ധമായ മനസ്സുമായിട്ടാണ് തിരിച്ചു വരുന്നത്. ഇന്ന് പിറന്നു വീണ കുഞ്ഞിൻ്റെ മനസ്സിൽ യാതൊരു കളങ്കവുമില്ല, യാതൊരു കാപട്യവുമില്ല, യാതൊരു മാലിന്യവുമില്ല. എത്ര ശുദ്ധമാണോ അതിലേറെ ശുദ്ധമായിക്കൊണ്ടാണ് ഒരു ഹാജി ഹജ്ജ് കഴിഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുവാനുള്ള പ്രക്രിയയായിരിക്കണം നമ്മുടെ എല്ലാ ഇബാദത്തുകളും. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാതു ഉസീകും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. ഖാല അല്ലാഹു തആല ഫീ ഖുർആനിഹിൽ കരീം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കനുസരിച്ച് അങ്ങേയറ്റം കൂടെ ജീവിക്കുവാൻ ഒന്നുകൂടി എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യും. നാം പറഞ്ഞു വന്നത്, ദിനേന 5 സമയം നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നമസ്കാരം, വർഷത്തിലൊരിക്കൽ നമ്മൾ നോറ്റുകൂട്ടുന്ന നോമ്പ്, കൊല്ലത്തിൽ നമ്മൾ കണക്കും കാലവും കണക്കാക്കി പൂർത്തീകരിക്കുമ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന സക്കാത്ത്, അതുപോലെ തന്നെ നമ്മുടെ ആയുസ്സിൽ ഒരിക്കൽ നമുക്ക് നിർബന്ധമായിരിക്കുന്ന, അതിന് സാഹചര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിരിക്കുന്ന ഹജ്ജ്. ഈ ഇബാദത്തുകളൊക്കെ നമ്മെ ശുദ്ധീകരിക്കുകയും സംസ്കരിക്കുകയുമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ആ നിലക്ക് ഹജ്ജിനെയും നോമ്പിനെയും സക്കാത്തിനെയും കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വിശുദ്ധമാക്കി മാറ്റുവാൻ നമ്മൾ ആത്മാർത്ഥമായി പണിയെടുക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുക എന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഹജ്ജിൻ്റെ സന്ദേശങ്ങൾ പരിശോധിക്കുമ്പോൾ പല കാര്യങ്ങളുമുണ്ട്, പിന്നീട് നമുക്ക് വിശദീകരിക്കാവുന്ന.
എങ്കിലും നമുക്ക് അടിസ്ഥാനപരമായി കാണാൻ കഴിയുന്ന മറ്റൊന്ന് മാനുഷിക സാഹോദര്യമാണ്, മാനവ സമത്വത്തിൻ്റെ സന്ദേശമാണ്. മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നു, നിങ്ങൾ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമായി സൃഷ്ടിച്ചിരിക്കുന്നു. കുടുംബങ്ങളും ഗോത്രങ്ങളും വർഗ്ഗങ്ങളുമൊക്കെയായി വേർതിരിച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ആർക്കും പ്രത്യേകമായ ശ്രേഷ്ഠതയില്ല. അറബിയായിരുന്നാലും അനറബിയായിരുന്നാലും വെളുത്തവനായിരുന്നാലും കറുത്തവനായിരുന്നാലും വിവിധ ഭാഷകൾ സംസാരിക്കുന്നവനായിരുന്നാലും ശരി, നമ്മൾ ആലോചിക്കുക, വർഗ വർണ്ണ ഭാഷ ദേശ ഭാഷ വേഷ വ്യത്യാസങ്ങളില്ലാതെ മനുഷ്യർ ഒന്നാകുന്നു എന്ന് പ്രഖ്യാപിക്കുകയാണ്. അവിടുത്തെ ഏറ്റവും പ്രകടമായ തെളിവാണ് ഹജ്ജിൻ്റെ കർമ്മം. ഇഹ്റാമിൽ പ്രവേശിക്കുന്നൊരു മനുഷ്യൻ തൻ്റെ നാട്ടിലെ വസ്ത്രം, തൻ്റെ സ്ഥാനവസ്ത്രം, അതുപോലെ തൻ്റെ ഓരോ രംഗത്തിലും അവരുടെ സൗന്ദര്യത്തിൻ്റെ മാർഗമായി സ്വീകരിച്ചിരിക്കുന്ന വേഷ സംവിധാനങ്ങൾ എല്ലാം മാറ്റിവെക്കുകയാണ്. അവൻ ഏത് നാട്ടുകാരനായിരുന്നാലും ശരി, ഏത് സ്ഥാനത്തിരിക്കുന്നവനായിരുന്നാലും ശരി, അവൻ്റെ എല്ലാ വസ്ത്രങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഒരു മുണ്ടുടുക്കുകയും ഒരു മുണ്ട് ചുമലിടുകയും ചെയ്യുന്നതോടുകൂടി അവനാകെ മാറണം, അവൻ്റെ മനസ്സ് മാറണം. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ഒന്നായി കാണാൻ സാധിക്കണം. ആ മാനവതയുടെ മഹിതമായ സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഹജ്ജ് നൽകുന്ന ഏറ്റവും വലിയ മെസ്സേജ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ആ സ്നേഹ സന്ദേശം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിക ജീവിതത്തിൻ്റെ പൂർത്തീകരണമാണ് ദിവസം 5 നേരമുള്ള നമസ്കാരവും, വർഷത്തിലൊരിക്കൽ നമ്മൾ എടുക്കുന്ന നോമ്പും, കൃത്യമായി കണക്ക് നോക്കി നമ്മൾ കൊടുക്കുന്ന സക്കാത്തും, ആയുസ്സിൽ ഒരിക്കൽ നമ്മൾ നിർവഹിക്കുന്ന ഹജ്ജും കൂടി ചേരുമ്പോൾ ഇസ്ലാമിക ജീവിതത്തിൻ്റെ സമ്പൂർണ്ണമായ പൂർത്തീകരണമാണ് നിർവഹിക്കപ്പെടുന്നത്. ആ ഒരു പൂർത്തീകരണം നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുവാനും നിലനിർത്തുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിൽ നിന്ന് യാത്ര പോകുന്ന എല്ലാ ആളുകൾക്കും യാതൊരു പ്രയാസവും കൂടാതെ അവിടെ എത്തിപ്പെടാനും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇസ്ലാം നൽകുന്ന മഹത്തായ ആരാധനാ കർമ്മങ്ങൾ അതിൻ്റേതായ അർത്ഥോദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും കാത്തുസൂക്ഷിക്കുവാനും നിലനിർത്തുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഷ്ടപ്പാടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾക്ക് പടച്ച തമ്പുരാൻ ആശ്വാസം നൽകുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന പലരും നമ്മളോടൊപ്പമുണ്ട്. അതുപോലെ തന്നെ രോഗികളായ പലരും നമ്മളോട് രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർക്കെല്ലാം അള്ളാഹു രോഗശമനം നൽകുകയും ആരോഗ്യത്തോടു കൂടി ആയുസ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുടുംബക്കാർ, സ്വന്തക്കാർ, ബന്ധുക്കൾ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുകയും അവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളുണ്ട്. അവരുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കിക്കൊടുക്കുമാറാകട്ടെ. നമ്മുടെ നാട് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി നമ്മൾ മനസ്സിലാക്കുന്നു. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് മതേതരത്വവും ജനാധിപത്യവും കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഈ നാട്ടിലെ എല്ലാവർക്കും അവരുടെ വിശ്വാസമനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും അത് പ്രബോധനം ചെയ്യുവാനുള്ള അവസരം നിലനിൽക്കുവാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم اغفر لنا ولوالدينا رب ارحمهما كما ربيانا صغارا. اللهم احينا للكتاب والسنه. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. توفنا مسلمين والحقنا بالصالحين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في كل مكان. اللهم أعزنا. اللهم أعزنا. اللهم أعزنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.